ഹലോ ഗൈസ്, വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സെൽ സൈക്കിളിൽ തന്നെ യൂക്കാരിയോട്ടിക് സെൽ സൈക്കിളിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പോർഷനാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം രണ്ടാമത്തെ യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. സോ സെൽ സൈക്കിൾ എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് ആ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രിക്കാരിയോട്ടിക്കും യൂക്കാരിയോട്ടിക്കും ആയിട്ടുള്ള സെൽ സൈക്കിൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നത് പ്രിക്കാരിയോട്ടിക് സെൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലക്സിറ്റി ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. ബട്ട് പ്രിക്കാരിയോട്ടിക്കിൽ വരുമ്പോൾ യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ കുറേ കോംപ്ലക്സിറ്റി ഉണ്ട് അല്ലേ. നമുക്കറിയാം ക്രോമസോം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ക്രോമസോമുകളല്ല. വി നോ ദാറ്റ് ദ DNA DNA ക്രോമാറ്റിന് ആണ് ക്രോമസോമുകളായിട്ട് ഉണ്ടാവും. അതായത് DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മോസ്റ്റ് ഓഫ് ദി കേസസിലും ന്യൂക്ലിയോസോം മോഡലിലാണ്, അത് ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് റാപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നീക്കി DNA അല്ലേ, നമുക്ക് ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്ന് നമുക്ക് ട്രാൻസ്ക്രിപ്ഷനൊക്കെ നടക്കണം. ആ ഒരു കംപ്ലീറ്റ് ഏരിയ കവറപ്പ് ചെയ്ത് DNA ഫ്രീ ആക്കിയിട്ട് വേണം DNA റെപ്ലിക്കേഷൻ നടക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് ഇവൻസുകളും കോംപ്ലിക്കേഷൻസൊക്കെ വരുന്നൊരു ഏരിയ ആണ് യൂക്കാരിയോട്ടിക് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു കൺട്രോളിങ് പോയിന്റ് ആണ് പറയുന്നത്. സെൽ സൈക്കിളിൻ്റെ കൺട്രോളിങ് പോയിന്റ് ആണ്. അപ്പോൾ കൺട്രോളിങ് പോയിന്റിൽ കുറേ ആളുകളുണ്ട്. സോ വി നോ ദാറ്റ് ഡിഫറെൻറ്റ് ചെക്ക് പോയിന്റ്സ് ആർ ദെയർ അല്ലേ. നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ കസ്റ്റംസ് ഉണ്ടാവും, വെരിഫിക്കേഷൻ ഉണ്ടാവും അല്ലേ. നമ്മുടെ പാസ്പോർട്ടൊക്കെ എല്ലാം ക്ലിയർ ഔട്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ രാജ്യത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ ഓരോ സ്റ്റേജസ് ഉണ്ട്. നമുക്കറിയാം നോർമൽ ഒരു യൂക്കാരിയോട്ടിക് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ദ ഇൻറ്റർഫേസ്, വി ഹാവ് എ ഡിവിഷൻ ഫേസ് അല്ലേ. അതായത് ഇൻറ്റർഫേസിൽ നമുക്ക് G0, G1, S ഫേസ് ആൻഡ് G2 ഫേസ് ഉണ്ട്. ഈ ഫേസസ് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്താലാണ് ആ സെല്ല് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അഥവാ M ഫേസിലേക്ക് അത് പോവുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് എ മൈറ്റോട്ടിക് ഡിവിഷൻ ഓർ ഇഫ് ഇറ്റ് ഈസ് എ മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ അവിടെ ഓരോ ഗേറ്റുകൾ കടന്നിട്ട് വേണം ഇവർക്ക് പോവാൻ. അപ്പോൾ ആ ഒരു ഗേറ്റ് ചെക്ക് പോയിന്റ്സ് എന്ന് നമ്മൾ അതിൻ്റെ പറയാം. അപ്പോൾ ആ ഒരു ചെക്ക് പോയിന്റ്സിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ ഡെഫിനറ്റ്ലി അവിടെ ചില സ്പെസിഫിക് പ്രോട്ടീൻസിൻ്റെ ഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രോട്ടീൻസ് ആണ് ദ മേജർ കൺട്രോളിങ് പോയിന്റ് ഓഫ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലീഡിങ് മെമ്പേഴ്സാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സൈക്ലിൻ ആൻഡ് CDK എന്ന് പറയും. നോക്കാം. സോ വി ക്യാൻ ഫോക്കസ്. സോ ഹിയർ നമുക്കറിയാം അല്ലേ, സൈക്ലിൻ CDK എന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത പ്രോട്ടീൻസാണ്. അപ്പോൾ സൈക്ലിൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രോട്ടീനാണ്, CDK എന്ന് പറയുന്നത് വേറൊരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ CDK എന്ന് പറയുന്നത് അവർ ഫങ്ഷണബിൾ ആവണമെങ്കിൽ ആര് വേണം? സൈക്ലിൻ വേണം അല്ലേ. CDKയുടെ ഫുൾ ഫോം എന്താ? സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് എൻസൈമാണ്. അപ്പോൾ ഈ സെൽ സൈക്കിൾ നടക്കുമ്പോൾ നമുക്കറിയാം അവിടെ റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, അവിടെ ട്രാൻസ്ക്രിപ്ഷൻസ് നടക്കുന്നുണ്ട്, ഒരുപാട് പ്രോട്ടീൻസ് ഫോർമേഷൻ നടക്കുന്നുണ്ട്, കുറേ പ്രോട്ടീൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില പ്രോട്ടീൻസ് അവിടെ ആക്ടിവേറ്റ് ആവണം, ചില പ്രോട്ടീൻസ് അവിടെ ഇൻഹിബിറ്റഡ് ആവണം. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ അവിടെ നടക്കണമെങ്കിൽ അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ ചില എൻസൈമാറ്റിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. മേ ബി ചില പ്രോട്ടീൻസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ ഫങ്ഷൻ ഒന്നും കൂടെ ആക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ഫങ്ഷൻ ആയിരിക്കും. ചില പ്രോട്ടീൻസിനെ ഫോസ്ഫോറിലേഷൻ നടത്തി കഴിഞ്ഞാൽ അവരുടെ ആക്റ്റീവ് ഫങ്ഷൻ സ്റ്റോപ്പ് ചെയ്യും, നമ്മളതിനെ ഡീആക്ടിവേഷൻ എന്ന് പറയും. അപ്പോൾ ഈ സൈക്ലിൻ CDK അഥവാ സൈക്ലിൻ CDK എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ കോംപ്ലക്സുകൾ ഫോസ്ഫോറിലേഷൻ മെക്കാനിസത്തിലൂടെയാണ് മറ്റ് പ്രോട്ടീൻസുകൾ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ G1, G2, S ഫേസ്, M ഫേസിലൊക്കെ ഒരുപാട് പ്രോട്ടീൻസുകൾ ഇവിടെ ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഫേസുകളിലും വ്യത്യസ്തമായിട്ടുള്ള സൈക്ലിൻ CDK കോംപ്ലക്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. യു ക്യാൻ സീ ഹിയർ CDKക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒറ്റയ്ക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. അവർക്ക് എപ്പോൾ ഫങ്ഷൻ ചെയ്യണമെങ്കിലും ആര് വേണം? ഒരു റെഗുലേറ്ററി സബ് യൂണിറ്റ് വേണം. അതാണ് എന്ത്? ദാറ്റ് ഈസ് സൈക്ലിൻ. അപ്പോൾ ഈ CDKയും ഈ സൈക്ലിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു സൈക്ലിൻ CDK കോംപ്ലക്സ് ഉണ്ടാവും. ഇവരാണ് ആക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വേറെ ഒരുപാട് പ്രോട്ടീൻസിന് ഇവർ സ്പെസിഫിക് ആയിട്ടുള്ള
ടൈറോസിൻ, സെറിൻ, ത്രിയോണിൻ പോലെയുള്ള അമിനോ ആസിഡുകളിലെ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പുകൾക്ക് ഇവരെന്ത് ചെയ്യും? ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ആ ഒരു മെക്കാനിസം ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഫോസ്ഫോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ചില പ്രോട്ടീൻസ് ഈ ഫോസ്ഫോറിലേഷൻ കിട്ടുന്നതോടുകൂടി അവർ ആക്റ്റീവ് ആവും, അവരുടെ ഫങ്ഷൻ അവർ ചെയ്യും. ചില പ്രോട്ടീൻസുകൾ എന്ത് ചെയ്യും? ഡീആക്ടിവേറ്റ് ചെയ്യും. അതാണ് CDK, സൈക്ലിൻ CDK കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു കൺട്രോൾ ലൂപ്പ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് G1 ആക്റ്റീവ് ആവുന്ന ഒരു സൈക്ലിൻ ഉണ്ട്, G2 ആക്റ്റീവ് ആവുന്ന വേറെ സൈക്ലിൻ ഉണ്ട്, S ഫേസിൽ വേറെ സൈക്ലിൻ. അപ്പോൾ ഓരോ സ്റ്റേജസിലും അവിടെ ഫങ്ഷൻ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്ലിൻസ് ആയിരിക്കും. യു ക്യാൻ സീ ഹിയർ G1 ഫേസിൽ ആക്റ്റീവ് ആവുന്ന സൈക്ലിൻ എന്ന് പറയുന്നത് സൈക്ലിൻ D ആണ്. അവിടെ ഫങ്ഷനബിൾ ആവുന്ന CDK4 ഓർ CDK6. സൈക്ലിൻ E ആണ് G2S, അതായത് G1 ഫേസിൽ നിന്നും റെപ്ലിക്കേഷൻ നടക്കുന്ന S ഫേസിലേക്ക് എത്തുമ്പോൾ അവിടെ ടാർഗറ്റ് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് സൈക്ലിൻ E ആയിരിക്കും. അപ്പോൾ അവരുടെ കൂടെ CDK2 ആണ് എന്ത് ചെയ്യുക? ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ അവിടെ കൈനീസ് ആക്ടിവിറ്റി നടത്തുന്ന CDK2 ആയിരിക്കും. S ഫേസ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ S ഫേസ് ഉടനീളം കവറപ്പ് ചെയ്യുന്ന ആളാണ് CDK2. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ആളാണ് സൈക്ലിൻ A എന്ന് പറയുന്നത്. M ഫേസിൽ CDK1, സൈക്ലിൻ B ആണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി മാമൽസിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് സൈക്ലിൻ CDK കോംപ്ലക്സുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സൈക്ലിൻ CDK റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇപ്പോൾ CDK സൈക്ലിൻ ബൗണ്ട് ചെയ്യുന്നു, ഇവർ ആക്റ്റീവ് ആവും. അവർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്പിൻഡിൽ ഫോർമേഷൻ നടത്തുന്ന പ്രോട്ടീൻസ്, അതുപോലെ ലാമിനിൻ പ്രോട്ടീൻസിനൊക്കെ ഇവർ ഫോസ്ഫേറ്റ് ചെയ്യുന്നത് ഇവിടെ പിക്ചറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലാമിനിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ന്യൂക്ലിയർ മാട്രിക്സ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഒക്കെ കട്ട് ചെയ്ത് പോകും. ആ ഒരു ഓർഗനൈസേഷൻ ഇല്ലാണ്ടാവും. അങ്ങനെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ ഡിസ്മാൻറ്റിൽ ആവുകയും അവസാനം എന്ത് ചെയ്യും? ആ ഒരു M ഫേസിൽ എത്തുന്ന വരെ മീൻസ് നമ്മൾ ആ പ്രൊഫേസ് ഒക്കെ ഉണ്ടല്ലോ, ഡിഫറെൻറ്റ് സ്റ്റേജസ് വരുമ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സ്ട്രക്ചർ അവിടെ കുറച്ച് നേരത്തേക്ക് ഇല്ലാണ്ടാവും. പിന്നെ ടീലോഫേസിലാണ് വീണ്ടും ന്യൂക്ലിയർ എൻവലപ്പും ന്യൂക്ലിയോ പ്ലാസ്മ, ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സൊക്കെ അവിടെ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആരുടെ കളിയാണ്? ദാറ്റ് ഇസ് സൈക്ലിൻ CDK കോംപ്ലക്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സ്പെസിഫിക് സൈക്ലിൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ സ്റ്റേജിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും CSER നമുക്ക് അടുത്ത ഒരു പരീക്ഷയ്ക്കും ഒരു 4 മാർക്കിൻ്റെ C പാർട്ട് ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ B പാർട്ട് ക്വസ്റ്റ്യനും ഞാൻ എടുത്തൊരു സിംഗിൾ സ്ലൈഡിൽ നിന്ന് ഡെഫിനറ്റ്ലി ചോദ്യം ഉണ്ടാവും എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. നോട്ട് അറ്റ് ഓൾ ഇൻ കേസ് ഓഫ് സെൽ സൈക്കിൾ 4ാമത്തെ യൂണിറ്റിലെ ക്യാൻസറും നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് CSER മീൻസ് ഐഫറിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലെ ഷോർട്ടായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഫോർ മോർ വീഡിയോസ് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് ഇതുപോലെ ഷോർട്ട് ക്ലാസ്സസിലൂടെ കൂടുതൽ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മൾ ഫ്രീ ആയിട്ട് ഗൈഡൻസ് തരുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ യു ക്യാൻ ജോയിൻ ടു ദാറ്റ് ഓൾസോ. സോ ഫ്രീ ഗൈഡൻസ് അതുപോലെ തന്നെ പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മോക്ക് ടെക്സ്റ്റ് എക്സാമുകളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ടാവും. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ. താങ്ക് യു സോ മച്ച്.